പ്രിയേച്ചി, മൈനാഗപ്പള്ളിയിലെ വാഹന അപകടത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവിടെ ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. വളരെ ക്രൂരമായാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം. കാരണം സ്കൂട്ടർ ഇടിച്ചിട്ട് വീണ്ടും അവരുടെ ശരീരത്തിൽ കൂടി കാറ് കയറ്റി ഇറക്കി. പക്ഷേ അവരെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അവരെക്കുറിച്ച് ആർക്കും അറിയേണ്ടത് അവിഹിത കഥകളും ലഹരി മരുന്നിനുമായി ബന്ധപ്പെട്ട കഥകളും ഒക്കെയാണ്. അതിലെ വില്ലത്തി ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടിയുടെ കാമുകൻ എന്ന് പറയുന്ന ആൾ അജ്മൽ, അമ്മ സുരഭി. ഇപ്പം അമ്മ ചാനലുകളിലൊക്കെ ഇരുന്ന് മകളെ ന്യായീകരിക്കുന്നുണ്ട്. മകൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കഥകൾ ശ്രീകുട്ടിയെക്കുറിച്ച് വരുന്നുണ്ട്. ആദ്യം ഒരു കുതിരയെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരാളോടൊപ്പമാണ് ഒളിച്ചോടിയത് എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്നുണ്ട്. അപ്പം അമ്മയ്ക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ശ്രീകുട്ടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? ഈ മരണപ്പെട്ട കുഞ്ഞുമോളെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? അതെ, തന്നെ പറഞ്ഞത് വളരെയധികം ശരിയാണ്. കാരണം ഏതൊരു സംഭവം ഉണ്ടാവും, ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിലൊരു സ്ത്രീ അതിൽ ഭാഗമാണ് എങ്കിൽ ആ സ്ത്രീയുടെ ചാരിത്രശുദ്ധിയും സദാചാര ബോധവും അവൾ എങ്ങനെയുള്ളവളാണ് എന്നുള്ള രീതിയിൽ ചർച്ച എത്ര ഭർത്താവുണ്ട്, എത്ര കാമുകന്മാരുണ്ട്, ആരുടെയൊക്കെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, അവളുടെ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ ഫുൾ പരിശോധിച്ച് ഏതെങ്കിലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രചരിപ്പിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അതിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പം നമ്മൾ പറയും ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്ത് ചർച്ച ചെയ്യുന്നതെന്ന് പറയും. ഓൺലൈൻ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെ എനിക്കറിയാമോ? എന്തുകൊണ്ടാണ്? അല്ലാതെ ഒരു പ്രോപ്പർ വേയിൽ മാന്യം എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല, കൃത്യമായ രീതിയിൽ വാർത്തകൾ കൊടുത്താൽ എത്ര പേര് അത് കയറി കാണില്ല. അതിന് പകരം ശ്രീകുട്ടി എന്ന ഉദാഹരണം, ഏതൊരു കുറ്റകൃത്യത്തിലും ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേരിനോട് ചേർത്തിട്ട് കാമുകനെന്നോ അവിഹിതമെന്നോ മറ്റെന്തെങ്കിലും ചേർത്താൽ നന്നായി ഓടും വീഡിയോ. ഞാൻ ഇന്നലെ കണ്ട ഒരു കമന്റാണ്, ലവ് ജിഹാദിന് ഇരയാണ് ശ്രീകുട്ടി. അത് സ്വാഭാവികമായിട്ടും വരേണ്ട ഒരു, എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു പുരുഷൻ മുസ്ലിമും സ്ത്രീ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയാൽ അപ്പോഴുടനെ ആരോപിക്കുന്ന ഒന്നാണ് ലവ് ജിഹാദ്. അത് സ്വാഭാവികമായിട്ടും അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നല്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പ്രണയം വരെ തകർന്നു പോയത് ഈ ലവ് ജിഹാദ് ആരോപണങ്ങളെ തുടർന്നാണ്. ശരിക്കും അത് ലവ് ജിഹാദ് ഒന്നും അല്ലായിരുന്നു, വളരെ അടുത്തൊരു ബന്ധമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ആ പെൺകുട്ടി നിമിഷ ഫാത്തിമയുടെ കേസ് ഭയങ്കരമായിട്ട് കത്തിക്കേറിയ സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളവർ തന്നെ ഭയപ്പെടുത്തി, നിങ്ങൾ ദേശീയ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്, മാധ്യമ വിചാരണ നേരിടേണ്ടി വരും എന്നപ്പോൾ ആ പെൺകുട്ടി ഭയന്നുപോയി. ആ പെൺകുട്ടി പറഞ്ഞു നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. അത് പിരിയേണ്ടി വന്നൊരു ബന്ധമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മുസ്ലിം നാമധാരിയും ഒരു ഹിന്ദു നാമധാരിയും തമ്മിലുള്ള ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ലവ് ജിഹാദ് ആരോപണം ഉണ്ടാകും. ഇനി അതിൽ നമ്മളത് കണ്ണുടച്ചല്ല എന്ന് പറയുകയല്ല, അതിനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അത് തള്ളിക്കളയേണ്ടതല്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ശ്രീകുട്ടിയുടെ ചാരിത്രം മാത്രമല്ല അന്വേഷിക്കുന്നത്, ശ്രീകുട്ടിയുടെ അമ്മയുടെ. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീകുട്ടിയുടെ അമ്മയുടെ ഒരു അഭിമുഖം ഒരു ഓൺലൈൻ മാധ്യമം പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ആൾക്കാരെല്ലാം ചോദിക്കുന്നു, ഇവർ പറയുന്നത് ചിലർ പറയുന്നൊരു സത്യമാണെന്ന് തോന്നുന്നു, മകളെ വേദന എന്നൊക്കെ പറയുന്നില്ല. അതിൽ പലരും അമ്മയ്ക്ക് എത്ര ഭർത്താവ്, മകൾക്ക് എത്ര ഭർത്താവ്. അമ്മ ഈ ഷാജി എന്ന് പറയുന്ന ആളെ രണ്ടാമത് കല്യാണം കഴിച്ച അതിലുണ്ടായ കുട്ടിയാണ് വേലക്കാരിയായി വന്ന് പിന്നെ എന്തോ വീട്ടുകാരിയായി മാറിയ സ്ത്രീയാണിവർ. പിന്നെ ഭാര്യ ഭർത്താവ് അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തെ കളഞ്ഞിട്ട് ഇയാളോടൊപ്പം ഇയാളുടെ വീട്ടു ജോലിക്കാരിയായി വന്ന് ഇയാളുടെ കുടുംബവും നശിപ്പിച്ച്, അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരിക്കലും ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ചു കൊന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല ശരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം, വണ്ടി ഇടിച്ച് ഒരാൾ കൊല്ലപ്പെടുന്നത്. നമ്മുടെ നല്ല ഓരോ ജീവനും വിലപ്പെട്ടതാണ്. നമ്മൾ ഈ രീതിയിൽ പറഞ്ഞാൽ അടുത്തത് വരും, ശ്രീകുട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ആരായാലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്, ശിക്ഷിക്കപ്പെടുകയും വേണം. മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്. അത് വളരെ കുറ്റകരമായ കാര്യം. അത് ഓടിക്കുന്ന ആളിൻ്റെ അല്ല, മദ്യപിക്കാതെ മര്യാദയ്ക്ക് റോഡിൽ നിൽക്കുന്ന ആളുടെയും ജീവന് ആപത്താണ് എന്നതുകൊണ്ട് തന്നെ അത് അവർ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. പിന്നെ അപകടം നടന്നതിന് ശേഷം ആ അപകടം പറ്റിയ ആളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ, അതും അവരൊരു ഡോക്ടറാണ് എന്ന സ്ഥിതിക്ക് അവർക്ക് അതിൻ്റെതായ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പാലിക്കാതെ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിന് എന്തിൻ്റെ പേരിലായാലും, മദ്യപിച്ചതിൻ്റെ പേരിലായാലും ശരി, അവരുടെ സുഹൃത്തിനോടൊപ്പമായിരുന്നു, അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കുമെന്ന പേടി കൊണ്ടാണോ, എന്തായാലും ശരി,
പാനിക്കാവാൻ പാടില്ലല്ലോ, അവരൊരു ഡോക്ടറല്ലേ യഥാർത്ഥത്തില്. അപ്പൊ ഡോക്ടർ പക്ഷെ മയക്കുമരുന്നിന് ഈ ആശ്മൽ എന്ന് പറയുന്നയാൾ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി എന്നാണ് അമ്മ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ നമുക്ക് ഇരുന്ന് പറയാം. ഇവിടെ കൊച്ചി മെട്രോയിൽ ഒരാള് ക്ഷീണിച്ച് അവശനായി കിടന്നുറങ്ങിയപ്പോ അത് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ അയാൾ കള്ളുകുടിയനാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നാട്ടുകാർ പറയുന്നതിന് നമ്മൾ അങ്ങനെ ഒരു മുഖവിലേക്ക് എടുക്കേണ്ട, പരിഗണിക്കാം. പക്ഷെ അതല്ല, പരിശോധിക്കല്ലോ. അത് കഴിഞ്ഞിട്ട് അവരെ പരിശോധിക്കാൻ കൊണ്ടുപോയി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബഷീർ, മാധ്യമ പ്രവർത്തകൻ ബഷീർ മരണപ്പെട്ട സമയത്ത് നമ്മുടെ ലുലുവിന്റെ ഓണർ യൂസഫ് അലി ബഷീറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ കൊടുത്തു. ഈ കുഞ്ഞുമോള് ക്യാൻസർ രോഗി ബാധിതയാണ്. അവർക്ക് സാമ്പത്തികമായി വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ യൂസഫ് അലി കുഞ്ഞുമോളെ കണ്ടില്ല, ബഷീറിനെ മാത്രമേ കണ്ടുള്ളൂ. കാരണം ബഷീറിന്റെ കേസ് എന്ന് പറയുമ്പോൾ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ട കേസാണത്. നമുക്കിപ്പം യൂസഫ് അലി നമ്മുടെ ശത്രുവല്ല, നമ്മൾ അദ്ദേഹത്തിനെതിരെ പറയുന്നതുമല്ല. പക്ഷെ അതെല്ലാം സാഹചര്യം, രാഷ്ട്രീയ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അതിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നിടത്ത് മാത്രമേ പ്രമുഖർ പൈസ ചെലവാക്കാറുള്ളൂ. അതാണ് അതിന്റെ മെയിൻ കാര്യം. അല്ലാതെ ഇപ്പൊ കുഞ്ഞുമോൾക്ക് ചിലപ്പം ഇനി നാളെ ഒരു ദിവസം കുഞ്ഞുമോളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കൂടായികയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ബഷീറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേറെ വിഷയമാണ്. പിന്നെ ഇതില് മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നതില് അവർക്ക് രാഷ്ട്രീയമുണ്ടോന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് വിഷയം ഉണ്ടായാലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാക്കുക എന്നുള്ളത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രഥമ ദൃഷ്ട്യാ അതില് മറ്റു രാഷ്ട്രീയങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു ചോദ്യം വരുന്നത്, ഇവരൊരു ഡോക്ടർ അല്ലേ, ഡോക്ടർക്ക് ഇത്തരക്കാരനായ ഒരാളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അത്ര നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിന്റെ വേറൊരു പോയിന്റ്, അവർ ഡോക്ടർ ആണെങ്കിലും അവരൊരു സ്ത്രീയാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. ഡോക്ടർ എന്ന ആ ഡ്യൂട്ടി ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അവരുടെ സ്വകാര്യതാണ്. അവരുടെ സ്വകാര്യത ഔദ്യോഗിക ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? അവർ ഹോസ്പിറ്റലിൽ രോഗിയെ പരിശോധിക്കുമ്പോഴോ അവർ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിക്കലർത്താതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു മെസ്സേജാണ് നമ്മൾ ലോകത്തിനോട് പറയേണ്ട ഒരു കാര്യം, മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന ഒരു കാര്യമാണ് ഇതിൽ പറയാം. ഇപ്പം നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ട്, പറയുന്നത് കാര്യപ്രസക്തമായ ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളത് പറയുന്നത് മദ്യപിച്ച്, നമ്മൾ എന്നുദ്ദേശിച്ചത് ഞാൻ പൊതുവെയാണ് പറയുന്നത്, സമൂഹത്തിനെ മദ്യപിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് എത്ര കാര്യമാത്ര പ്രസക്തമാണെങ്കിൽ പോലും ആരും അത് അംഗീകരിച്ചു കൊടുക്കില്ല. അവൻ കള്ളു കുടിച്ചിട്ട് എന്തൊക്കെയോ പിച്ചമ്പയും പറയുന്നു എന്ന ഒരു ഇത്. അതേസമയം നമ്മൾ നോർമലായി നിന്ന് കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ടാവും ഇല്ലേ? അതുപോലെ തന്നെ ഇത് മനഃപൂർവ്വമായ ഒരു നരഹത്യ കേസെടുക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു ജീവനെയും വില കുറച്ച് കാണുന്നതല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു. കാരണം നമ്മൾ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും കുഞ്ഞുമോളുടെ ജീവന് വിലയില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ അതല്ല നമ്മൾ പറയുന്നത്. ശ്രീകുട്ടിയുടെ അവിഹിതങ്ങളും ശ്രീകുട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ എത്തി നോക്കുന്നതിന് പകരം ശ്രീകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു ജീവനെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ, അവരുടെ ശരീരത്തിലൂടെ വീണ്ടും വാഹനം കയറ്റി ഇറക്കി. പക്ഷെ അപ്പോൾ ഈ നാട്ടുകാരുടെ ഇടപെടൽ ഒരു പ്രധാനമാണ്. ഇപ്പൊ പൊതുവെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പയ്യൻ ഇവിടെ വഴിക്ക് വെച്ച് ഞാൻ കണ്ടതാണ്. ഒരു പയ്യൻ കൊണ്ടുവന്ന് അടുത്തൊരു വണ്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ തട്ടി, മുന്നേ പോയത് സഡൻ ബ്രേക്ക് കിട്ടുമ്പോൾ ബാക്കിൽ വന്ന ഒരു പയ്യൻ തട്ടി. വഴിയിൽ നിന്ന് ഒരാൾ ഓടി വന്ന് ആ പുറകിൽ വന്ന് അവന് കരണത്തൊരടി കൊടുക്കുന്നു. അയാളാരെ ഇയാളുടെ കരണത്തടിക്കാൻ? വഴിപോക്കൻ. നാട്ടുകാരെന്ന് പറയുന്നത് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം അവിടെ തട്ടിക്കഴിഞ്ഞത് അവര് വണ്ടിക്കടിയിലേക്ക് പോയപ്പോൾ ഇവർ പെട്ടെന്ന് തോളി തട്ടിട്ട് പോവാന്ന് പറഞ്ഞു എന്നല്ലേ പറയുന്നത്. ചിലപ്പോൾ അത് നാട്ടുകാർ രോഷാകുലരായി നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും അവർ. പക്ഷെ അവർ സംയമനത്തോടെ നാട്ടുകാർ ബഹളം വയ്ക്കാതെ ചിലപ്പോൾ അത് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. കയറി ഇറക്കിക്കൊണ്ട് പോകേണ്ടതിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എന്നാണ്. കാരണം ഒരു ജീവനെ എടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞുമോളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ പോയി, ഇനി അവരുടെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കുന്നതിനപ്പുറം ശ്രീകുട്ടിക്ക് എത്ര അവിഹിതമുണ്ട്, ശ്രീകുട്ടിക്ക് എത്ര ഭർത്താവുണ്ട്, ശ്രീകുട്ടിയുടെ അമ്മയ്ക്ക് എത്ര ഭർത്താവുണ്ട്, ശ്രീകുട്ടി ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, MDMA ഉപയോഗിക്കുന്നുണ്ടോ, ശ്രീകുട്ടി നേരത്തെ ആരെയൊക്കെ കൂടെ പോയിട്ടുണ്ട്, ആരെയൊക്കെ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, ചാരിത്രം പോയോ ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുന്നതിനും ഭേദം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. ഇപ്പോൾ വലിയ വലിയ താരങ്ങൾക്കുൾപ്പെടെ പല വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിക്കാൻ നമ്മൾ ആരെങ്കിലും ഇറങ്ങി തിരിക്കുന്നുണ്ടോ? ഇപ്പോൾ
നമ്മുടെ സർക്കാരിൽ ഭരിക്കുന്ന തീവ്രത കുറഞ്ഞ പീഡനമുണ്ട്, കൂടിയ പീഡനമുണ്ട്, ഇതൊക്കെ അന്വേഷിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരിയാകുമ്പോൾ അവരെക്കുറിച്ച് എന്തും പറയാം എന്നുള്ള ഒരു തോന്നൽ ഇവിടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ശ്രീകുട്ടി മദ്യപിച്ചവൾ, കാമലീലകൾ, ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇത്തരം തമ്പുകൾ കണ്ടാലേ ആളുകൾ കയറൂ എന്നുള്ളതാണ്. എന്തായാലും ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നതാണോ സത്യം? എന്തൊക്കെ സത്യവും കള്ളവും ഉണ്ടെങ്കിലും ആ ജീവൻ പോയത് അതൊരു നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം തന്നെയാണ്. അതിനെ നീതി കിട്ടണം. അതെ.